എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാല. ബട്ടർ പനീർ ഉണ്ടാക്കാൻ വേണ്ടി പനീർ, ഉള്ളി, ബട്ടർ, ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില, മുളക് പൊടി, മല്ലിപ്പൊടി, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഇത് ഉലുവ ഇല ഉണക്കി പൊടിച്ചെടുത്തത്, ഇഞ്ചിയുടെ പേസ്റ്റ്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് ബട്ടർ പനീർ ഉണ്ടാക്കാൻ വേണ്ടുന്നത്. പിന്നെ എണ്ണയുണ്ട്. നമുക്ക് തുടങ്ങാം. 25 ഗ്രാം ബട്ടർ പാനിലിട്ട് ഉരുക്കുകയാണ്. 250 ഗ്രാം പനീർ ഈ ബട്ടറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ജസ്റ്റ് ഫ്രൈ ആക്കുന്നത് മറ്റേ മസാലയിലാകുമ്പം അതങ്ങ് പൊടിഞ്ഞു പോകും, അതിന് വേണ്ടിയാണ്. ജസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നീ മാറ്റി വയ്ക്കുക. ഇത്രയും മതി. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇതേ പാൻ ചൂടായിട്ടുണ്ട്. 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. 1 സ്പൂണ് ബട്ടർ വിട്ടു. ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പെട്ടെന്ന് തന്നെ ബട്ടർ ഉരുകിയിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് ഗ്രാമ്പു, ഒരു 4 ഏലക്ക, ഒരു ചെറിയ രണ്ട് കറുകപ്പട്ട പീസ് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാണ്. ഈ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവണം. ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അത് ഞാൻ ചേർക്കാൻ പോവാണ്. ഇഞ്ചിയുടെ പേസ്റ്റ് ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ. വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചെറിയൊരു സ്പൂണ്. ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആ തക്കാളിയും നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു സ്മോൾ സ്പൂണിന് 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ചെറിയ 2 പച്ചമുളക് അത് ചെറുതായിട്ട് കട്ട്. ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഒന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെയും വേകണം. തീ ഇച്ചിരി കൂട്ടി വെക്കുകയാണ്. ഇതിന് വേവട്ടെ. അടച്ചു വെച്ചു. ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ നട്ട്സ്, പറങ്ങാണ്ടി പരിപ്പ് ഇട്ട് വഴറ്റി കൊടുക്കണം. ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂണ് ജീരകപ്പൊടി. ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിയേ, തക്കാളിയും ഉള്ളിയും ആ പറങ്ങാണ്ടിപ്പരിപ്പും ഇതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. അത് നമുക്കൊരു 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ട് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതെടുത്ത് അടുത്ത് പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. തണുക്കാൻ വെക്കുക. ഈ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഒരു ജാറിലോട്ടാക്കിയിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പോവുക. ആ ഗ്രേവിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ്, കുറച്ച് മതി, ഓയിൽ ഒഴിച്ചു. ഈ ഗ്രേവി ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഗ്രേവി നല്ലതായിട്ട് വേവാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് വേവാൻ വെക്കണം. ജസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും നന്നായി ഇരുന്നത് വെന്ത് കുറുകണം. എന്നിട്ട് തിളച്ച് വരണം. അങ്ങനെ വരട്ടെ. ഗ്രേവിയൊക്കെ നന്നായി വെന്തോന്ന് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് പനീർ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു 1/2 സ്പൂണ് പഞ്ചസാര, മിക്സ് ചെയ്യട്ടെ. ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ഇടുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഉലുവ ഇല അത് നല്ലവണ്ണം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഇതിനകത്ത് ഇടണം. ബട്ടർ പനീറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന സാധനമാണ്. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. കൂടുതലിടാം, കുറച്ചിടാം, അവരവരുടെ താല്പര്യമാണ് അതൊക്കെ. അതുപോലെ എല്ലാ മസാലയും ചേർക്കുന്നത് അതുപോലെ തന്നെ. ചിലർക്ക് ചിലപ്പോൾ എരിവ് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കട്ടെ. പിന്നെ ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മസാലയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടണം. അപ്പം എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ വീണ്ടും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി ഇടുന്നില്ല ബട്ടറൊക്കെ. കളർ ചേർക്കുന്നില്ല. കളറൊന്നും ചേർക്കുന്നത് നല്ലതല്ലല്ലോ, അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട്
പിന്നെ ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.